ഒരു രാജാവ് ഒരിക്കൽ ഒരാഗ്രഹം പ്രകടിപ്പിച്ചു. തൻ്റെ കൊട്ടാരത്തിൽ ഒത്തിരിയേറെ ബുദ്ധിമാന്മാരുണ്ട്, എന്നാലും എല്ലാവരുടെയും വിനോദത്തിനായി ഒരു മൂഢനും കൂടി വേണം. ഒത്തിരിയേറെ ശ്രമങ്ങൾക്കൊടുവിൽ ഒരു മൂഢനെ കണ്ടെത്തി രാജസദസ്സിൽ എത്തിച്ചു. അയാൾക്കായി ഒരു പ്രത്യേക കിരീടവും നിർമ്മിച്ചു നൽകി. രാജാവ് ദിവസേന അയാളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. മൂഢന്റെ ഉത്തരങ്ങൾ കേട്ട് രാജാവ് ഉൾപ്പെടെ കൊട്ടാരത്തിലുള്ള എല്ലാവരും മതിമറന്നു ചിരിക്കും. കാലം കടന്നുപോയി. ഒരു ദിവസം രാജാവ് അസുഖബാധിതനായി. വൈദ്യന്മാരൊക്കെ പ്രതീക്ഷ കൈവിട്ടു. തൻ്റെ അവസാന കാലം മനസ്സ് ലഘൂകരിക്കാനായി തന്നോടൊപ്പം മൂഢനും കൂടെ ഉണ്ടാകണം എന്ന് രാജാവ് ആഗ്രഹിച്ചു. അയാളെ വിളിച്ചു വരുത്തിയതിനു ശേഷം രാജാവ് പറഞ്ഞു, ഇന്ന് നീയാണ് ചോദ്യങ്ങൾ ചോദിക്കുക, ഞാൻ ഉത്തരം പറയും. അയാൾ ചോദിച്ചു, പ്രഭോ, മരണത്തിന് ശേഷം അങ്ങ് എവിടേക്കാണ് പോകാൻ പോകുന്നത്? രാജാവ് മറുപടി പറഞ്ഞു, എൻ്റെ സൃഷ്ടാവിൻ്റെ അടുത്തേക്ക്. അയാൾ വീണ്ടും ചോദിച്ചു, അങ്ങ് എത്ര കാലം അവിടെ താമസിക്കും? രാജാവ് മറുപടി പറഞ്ഞു, എന്നേക്കുമായി. അയാൾ ചോദിച്ചു, അങ്ങനെയെങ്കിൽ അവിടുത്തെ താമസത്തിനും വിശ്രമത്തിനുമൊക്കെയായി മികച്ച സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടാകും അല്ലേ? ഇത് കേട്ട് അതിശയത്തോടെ രാജാവ് മറുപടി പറഞ്ഞു, ഇല്ല, ഞാൻ ഒന്നും തന്നെ ഒരുക്കിയിട്ടില്ല. ഇത് കേട്ട ആ മനുഷ്യൻ തൻ്റെ തലയിലിരുന്ന മൂഢന്റെ കിരീടം ഊരിയെടുത്ത് രാജാവിൻ്റെ തലയിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം പറഞ്ഞു, പ്രഭോ, എന്നോട് ക്ഷമിക്കണം. ഈ കിരീടത്തിന് യഥാർത്ഥ അർഹൻ അവിടുന്ന് തന്നെയാണ്. കാരണം അല്പകാലം മാത്രം താമസിച്ച ഈ ഭൂമിയിലെ ജീവിതത്തിനായി ഒരു രാജ്യത്തെ സകല സുഖ സൗകര്യങ്ങളും അവിടുന്ന് ഒരുക്കിയെടുത്തു. എന്നാൽ എന്നേക്കും താമസിക്കേണ്ട സ്ഥലത്തിനായി ഒന്നും തന്നെ ഒരുക്കിയിട്ടില്ല.